ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദ് മാത തിരുനാൾ ദിവസമാണ്. ഈ ദിവസത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നൽകുകയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ച് ദൈവത്തോടൊപ്പം നടന്ന ഒരു പരിശുദ്ധ അമ്മയാണ്. ഇന്ന ദിവസം അമ്മയോടൊപ്പം ഈശോയെ കൂട്ടിപ്പിടിച്ച് ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള കൃപ നമുക്ക് തരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് ഒരു വചനം തരികയാണ്. സങ്കീർത്തനം 37-ാം അധ്യായം 5-ാം വചനം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായൊരു വചനം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെ നോക്കിക്കൊള്ളും. എന്നൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് വിശ്വാസം വേണം. അതേ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായും അവൻ നമ്മളെ നോക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ നമ്മളെ കാത്തുകൊള്ളും. പരിശുദ്ധ അമ്മ എല്ലാം മറന്ന് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പരിമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇന്ന് ഭൂലോകരാജ്ഞിയായി സ്വർലോകരാജ്ഞിയായി പരിശുദ്ധ അമ്മ വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസം അനുഗ്രഹപ്രദമാക്കി മാറ്റാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.